അപ്പോൾ ഒരു ഹാബിറ്റ് എങ്ങനെ ഈസി ആക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. റണ്ണിങ് എടുത്താൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ 10 റൗണ്ട് ഓടാം ഡെയിലി, അല്ലെങ്കിൽ 1 റൗണ്ട് ഓടാം ഡെയിലി. 10 റൗണ്ട് ഓടുന്ന സിറ്റുവേഷനിൽ ഞാൻ ചിന്തിക്കുന്നത് ഒരു ദിവസത്തെ എൻ്റെ കപ്പാസിറ്റി 10 ആണ്. 10 കവർ ചെയ്താലേ എൻ്റെ മസിൽ ഫൈബർ പൊട്ടുള്ളൂ. അങ്ങനെ മസിൽ ഫൈബർ പൊട്ടിയാലേ മസിൽ ബിൽഡ് ആവുള്ളൂ, എനിക്ക് ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ 10 ഓടിയാലേ എൻ്റെ എൻഡ്യൂറൻസ് ബ്രേക്ക് ആവുള്ളൂ, അങ്ങനെ ആകുമ്പോഴേ എൻ്റെ എൻഡ്യൂറൻസ് ബിൽഡ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്തയുടെ 10 സെറ്റ് ചെയ്യണം ഞാൻ. അല്ലെങ്കിൽ ഞാൻ പറയണേ എല്ലാ ദിവസവും 1 റൗണ്ട് ഓടും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ 2 ആക്കാം, 3 ആക്കാം, 4 ആക്കാം. എത്രത്തോളം കൂടുതൽ ഓടുന്നു അത്രത്തോളം ആഡഡ് ബെനിഫിറ്റ് ആണ്. പക്ഷേ എന്തായാലും ഓടും. 1 ഓടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡീപ്പായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ 10 ഓടുന്ന കേസിൽ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ ദിവസം 10, പിന്നെ 11, 12, 13 അങ്ങനെ മുന്നോട്ട് പോവാം. ഈ കേസിൽ ആദ്യ ദിവസം 1, 2, 3 അങ്ങനെ ബിൽഡ് ചെയ്ത് പോവാം. 10 ഓടി കഴിഞ്ഞാൽ എക്സോസ്റ്റ് ആവും, പിന്നെ എനർജി ഒന്നും ഉണ്ടാവില്ല. 1 ഓടുന്ന കേസിൽ നമുക്ക് എനർജി റിസർവ് ഉണ്ടാവും, അന്നത്തെ ദിവസം എനർജറ്റിക് ആണ്. 10 ഓടുന്ന കേസിൽ നമ്മൾ മസിൽ ഫൈബർ പൊട്ടുന്നുണ്ട്, പെയിൻ ഉണ്ടാവും, പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യാനൊരു മടി ഉണ്ടാവും. 1 ഓടുന്ന കേസിൽ പെയിൻ കുറവായിരിക്കും, പിറ്റേ ദിവസം ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പനിയുണ്ട്, നമ്മൾ ഫീലിംഗ് ഡൗൺ ആണ്, എനർജി ഇല്ല, ആ ദിവസം 10 ഓടുന്ന കേസിൽ നമ്മൾ വിചാരിക്കും ഇന്ന് പോടണ്ട എന്ന് വിചാരിക്കും. കാരണം 10 ഓടിയാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഫീലിംഗ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും പനിയാണെന്നുണ്ടെങ്കിലും എനർജി ഇല്ലാന്നുണ്ടെങ്കിലും 1 റൗണ്ട് അല്ലേ ഉള്ളൂ, ആ 1 റൗണ്ട് ഫിനിഷ് ചെയ്താൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് എന്തായാലും ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ മൊമെൻറ്റം ബിൽഡായി, ഇവിടെ മൊമെൻറ്റം ബ്രേക്കായി. ഓക്കെ, ഫൈനലി ഇൻ കേസ് നമ്മളെല്ലാം ഓക്കെയാണ്, ഇവിടെ 10 ആദ്യം ഓടി, 11, 12, 13 എല്ലാം കറക്റ്റായിട്ട് പോയി, നമ്മളെ ഗ്രിറ്റ് കാരണം, നമ്മളെ പെർസെവിയറൻസ് കാരണം. ഇവിടെ കേസിൽ ഇവിടെയും കറക്റ്റായിട്ട് പോയി, 1, 2, 3 അങ്ങനെ ബിൽഡായി. 90ാമത്തെ ദിവസം എടുത്ത് നോക്കിയാൽ ഇവിടെ 100 റൗണ്ട് ഓടും. ഐഡിയൽ സിനാരിയോ ആണ്, ഇത് നടക്കുന്നല്ല. 90 ദിവസം ഓടിയാൽ 100 റൗണ്ട് ഒരു ദിവസം ഓടാൻ പറ്റുന്നല്ല ഞാൻ പറയണത്. ഐഡിയൽ സിനാരിയോയിൽ 90ാമത്തെ ദിവസം ഇവിടെ 100 ആയി, എല്ലാം കറക്റ്റായിട്ട് പോയാൽ ഇവിടെ 90 ആവും. ഒരു 10 റൗണ്ടിൻ്റെ ഡിഫറൻസ് ഇവിടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ റിലാക്സ്ഡ് ആയിട്ട് ബിൽഡായി, ഹാപ്പി ആയിട്ട് ബിൽഡായി, സാറ്റിസ്ഫൈഡ് ആയിട്ട് ബിൽഡായി. ഇവിടെ ബിൽഡ് ആവാനേ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ എവിടെ എത്തി നിൽക്കുന്നോ അവിടുന്ന് പിന്നെയും ബിൽഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഏത് സിറ്റുവേഷനിലും ഇവിടെ മുന്നോട്ട് പോകാനും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. രണ്ടാമത്തെ കേസ് സ്റ്റഡിയാണ് റീഡിങ്. റീഡിങ്ങിലും സെയിം സിറ്റുവേഷൻ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വായിച്ചാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെങ്കിൽ 50 പേജ് വായിച്ചാലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അതിന് പകരം ഞാൻ പറയാണ് 1 പേജ് വായിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വായിച്ചാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ കേസിൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു മൊമെന്റം ബിൽഡ് ആവും, ഇവിടെ മൊമെന്റം ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ടൈം ഇല്ലാത്ത സിറ്റുവേഷനിൽ ചെയ്യൂല, അത് വായിക്കാൻ തോന്നിയില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല. കാരണം എക്സ്പെക്ടേഷൻ ഒരുപാടാണ്. ഇവിടെ എക്സ്പെക്ടേഷൻ ഡെയിലി മീറ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. റീഡിങ്ങിന്റെ കേസിലും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു റീഡർ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ കേസ് സ്റ്റഡി എക്സസൈസ്. എക്സസൈസിന്റെ കേസിൽ ഞാൻ കരുതാണ് 50 പുഷപ്പാണിന്റെ കപ്പാസിറ്റി 50 ചെയ്താലും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഈ കേസിൽ ഞാൻ പറയാണ് 1 പുഷപ്പ് ചെയ്താലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ 1 പുഷപ്പ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റാർട്ട് ചെയ്താൽ ഒന്നിൽ നിൽക്കുമോ? ഒന്നിൽ നിൽക്കില്ല. 1, 2 ആവാം, 3 ആവാം, 4 ആവാം, 10 ആവാം, 50 ആവാം, 60 ആവാം. മേക്ക് ഇറ്റ് ഈസി എന്നുള്ള ഫ്രെയിം വർക്കിൽ നമ്മൾ എന്നും ചെയ്യും. മൊമെന്റം ബിൽഡ് ആവും, റൊട്ടീൻ ആവും, ഹാബിറ്റ് ആവും. ഇവിടെ കാലത്തേക്ക് ചെയ്താൽ അത് ഐഡന്റിറ്റി ആവും. ഐഡന്റിറ്റി ബിൽഡ് ചെയ്തിട്ട് ആ ഐഡന്റിറ്റിന്റെ അറൗണ്ട് ആയിട്ടുള്ള ഗോൾസ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും.